ആറളം വന്യജീവി സങ്കേതം അതിർത്തി പങ്കിടുന്ന വനാതിർത്തിയിൽ വൈദ്യുതി വേലിയൊക്കെ നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും ആറളം ഫാം പുനരധിവാസ മേഖലയിലെ കാട്ടാന ശല്യത്തിന് ഒരു പരിഹാരവും ഉണ്ടായിട്ടില്ല. ഓരോ ദിവസം കഴിയുന്തോറും കാട്ടാന ശല്യം വർദ്ധിച്ചു വരികയാണ്. ഇപ്പോൾ വീട്ടുമുറ്റത്ത് വരെ കാട്ടാനകളെത്തി. രാത്രികാലങ്ങളിൽ ആർക്കെങ്കിലും അസുഖം വന്നാൽ അവരെ ആശുപത്രിയിൽ എത്തിക്കാൻ പോലും ഒരു വാഹനങ്ങളും കിട്ടാറില്ലെന്ന് താമസക്കാർ പറഞ്ഞു. ശല്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പാതിരാത്രി 6-6:30 മണിയായി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റിയില്ല. എവിടെയും പുറത്ത് ഒന്ന് മൂത്രമൊഴിക്കാൻ പോലും വീണ്ടും പുറത്തോട്ട് മുറ്റത്തിറങ്ങാൻ പറ്റിയില്ല. അതേപോലത്തെ അവസ്ഥയാണ്. ഒരു ഏകദേശം ഒരു 10-12 മണി സമയത്തെങ്കിലും ആർക്കെങ്കിലും ഒരു ഞങ്ങളുടെ മക്കൾക്ക് അല്ല മറ്റുള്ളവർക്ക് ഒരു രോഗം എന്തെങ്കിലും കാര്യങ്ങൾ വന്നിട്ട് ഒരു വണ്ടി പിടിച്ച വരികയില്ല. അത് ഞങ്ങൾ മറ്റുള്ള വണ്ടിക്കാരെ കാലോ കയ്യോ പിടിച്ചിട്ട് വേണം ഇവരെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കാൻ. എത്രാം ബ്ലോക്കിലാണ്? 13. എല്ലാ മേഖലയിലും തന്നെ പ്രശ്നം. അതെ, ആനശല്യം ഇപ്പം കൂടുതൽ രൂക്ഷമായിട്ടുണ്ട്. ഇപ്പം പുലിയും കടുവയെല്ലാം പറയുന്നത് കേൾക്കുന്നുണ്ട്. ഞാനിപ്പോ ഇതിന്റെ ഉള്ളിൽ ജീവിക്കുക. ഇപ്പോഴും പുനരധിവാസ മേഖലയിൽ നിരവധി കാട്ടാനകളുണ്ടെന്നും അതിനെ വനത്തിലേക്ക് തുരത്തുവാനുള്ള നടപടികൾ ബന്ധപ്പെട്ടവർ സ്വീകരിക്കണമെന്നുമാണ് താമസക്കാർക്ക് പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ, ഇരട്ടി.